ശ്രീകുട്ടിയെ രക്ഷിക്കാൻ പോയ ശ്യാമയെയും ഭിക്ഷാടക സംഘർ അവിടെ കെട്ടിയിടുകയാണ്. അങ്ങനെ ശ്യാമയുടെ ഫോണിലോട്ട് അഖിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല. ശ്യാമയെ കെട്ടിയിട്ട കാരണം കുറേ ദൂരെയാണ് ഫോൺ കിടക്കുന്നത്. അങ്ങനെ അവിടെയുള്ളൊരു കുട്ടി ശ്യാമയുടെ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ശ്യാമ ഫോണിൽ അഖിലിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് ഈ കുട്ടികളെല്ലാം എല്ലാവരെയും കൂട്ടിയിട്ട് ശ്യാമ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവർ നേരെ ചെന്നുപെടുന്നത് ഈ മുരുകൻ്റെ അടുത്തും അതുപോലെ വെള്ളച്ചാമയുടെ അടുത്തുമാണ്. അങ്ങനെ അവരിവരെ പിടിച്ചു വെക്കുന്നുണ്ട്. ശ്യാമ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെ അങ്ങോട്ടേക്ക് അഖിൽ സാറ് വരുന്നുണ്ട്. അഖിൽ സാറ് വന്ന് എല്ലാവരെയും തല്ലി ചതയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല പോലീസുകാരും ഈ സമയത്ത് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെ ഇവരേനൊക്കെ തല്ലി പോലീസുകാർ കൊണ്ടുപോകുന്നുണ്ട്. വലിയൊരു ഭിക്ഷാടക സംഘം തന്നെയാണ് ഇവരെന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. അങ്ങനെ കുട്ടികളായിട്ട് അഖിലും അതുപോലെ ശ്യാമയും അവിടെ നിന്ന് പോകുന്നുണ്ട്. കുഞ്ഞിനെ കിട്ടിയ വിവരം ആദ്യം തന്നെ വിളിച്ചു പറയുന്നത് അശ്വതിയെയാണ്. അശ്വതിയെ ശ്യാമ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന പോലെ മോൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ശ്രീകുട്ടി. അപ്പോൾ അശ്വതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ ശ്യാമയോട് പറയുന്നുണ്ട്, എത്രയും വേഗം എനിക്ക് മോളെ കാണണം, അപ്പം ഞങ്ങൾ വരുന്ന വഴിയാണ്, ഇപ്പോൾ വരാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അശ്വതി നേരെ വിളിച്ചു പറയുന്നത് അരുണിൻ്റെ അടുത്താണ്. അരുണിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ്. അങ്ങനെ അരുൺ നേരെ ചെന്നിട്ട് അമൃതയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. അമൃതേട്ടത്തി ഇങ്ങനെ മോളെ കിട്ടിയിട്ടുണ്ട്, അഖിലിനും ശ്യാമയ്ക്കാണ് കിട്ടിയത്, ഇന്ന പോലെയൊക്കെയാണെന്ന് പറയാണ്. അങ്ങനെ അമ്മയുടെ അടുത്തും കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ പിന്നീട് ഐശ്വര്യ TV കാണുന്നതിൻ്റെ ഇടയിൽ ഈ ന്യൂസ് വരുന്നുണ്ട്. ശ്യാമയും അഖിലും കുഞ്ഞുങ്ങളെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ ന്യൂസിൽ വരികയാണ്. ഇത് കണ്ട് ഐശ്വര്യയ്ക്ക് ദേഷ്യം വരികയാണ്. ഈശ്വര, ഞാൻ എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും അപ്പം തന്നെ ശ്യാമ അതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ടല്ലോ. ഇനി അമൃതേടത്തി പറഞ്ഞ പോലെ തന്നെ ശ്യാമയ്ക്ക് കൃഷ്ണൻ്റെ വല്ല അനുഗ്രഹവും കാണുമോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. അങ്ങനെ ന്യൂസ് കാണാനായിട്ട് അമൃതയും അമ്മയും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് അമൃത പറയുന്നുണ്ട്, ഇവരെ അങ്ങനെ വെറുതെ വിടരുത്, എന്തായാലും ഇവർക്ക് നല്ല ശിക്ഷ കിട്ടും. കാരണം ആ പോലീസുകാരനെ എല്ലാം തെളിയിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അവരാരായാലും പിന്നീട് ജയിലിൽ പൊളിഞ്ഞാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്ന് അമൃത പറയാണ്. എന്നാൽ ഇത് കേട്ട് ഐശ്വര്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഇനി അവൾ എൻ്റെ പേര് പറയുമോ, ഞാനാണ് ഇതിൻ്റെ പുറകിലെന്ന് എല്ലാവരും അറിയോ ഭഗവാനെ, ഞാനിനി ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വീണ്ടും അമ്മയും അതേപോലെ വസുന്ധരാമ്മയും അമൃതയും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കിട്ടിയ വിവരം പറഞ്ഞ് നേരെ അരുണ് അശ്വതിയുടെ അടുത്തോട്ട് പോവാണ്. അങ്ങനെ അശ്വതി പറയുന്നുണ്ട്, എനിക്ക് എത്രയും വേഗം എൻ്റെ മോളെ കാണണം, എനിക്കിപ്പോൾ തന്നെ കാണണം അരുണേട്ടാ എന്നൊക്കെ പറയണം. അപ്പോൾ ഇതേ സമയത്ത് അരുൺ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ പേടിക്കല്ലേ, ഇപ്പോൾ വരും, അവർ വരുമെന്നല്ലേ പറഞ്ഞത്, ഇപ്പം എത്തും പറയുക. അടുത്തോട്ട് ശ്രീകുട്ടിയായിട്ട് ശ്യാമയും അഖിലും വരികയാണ്. അങ്ങനെ ശ്രീകുട്ടി അമ്മയെന്ന് വിളിക്കുകയാണ്. ഓടിച്ചെന്ന് അശ്വതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അശ്വതി ചോദിക്കുന്നുണ്ട്, അമ്മയെ കാണാഞ്ഞിട്ട് മോൾക്ക് വിഷമമായല്ലേ, മോളെ കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരുപാട് സങ്കടം വന്നു, മോള് ഞങ്ങളെ പേടിപ്പിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അശ്വതി. അങ്കിളെ എന്ന് വിളിച്ച് അരുണിൻ്റെ അടുത്തോട്ട് പോവാണ്. എന്നിട്ട് അരുണും പറയുന്നുണ്ട്, അങ്കിൾ എത്ര വിഷമിച്ചു മോളെ കാണാഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം എല്ലാവരും ഉമ്മ കൊടുക്കുകയാണ് മോൾക്ക്. അങ്ങനെ പിന്നീട് മോള് പറയുന്നുണ്ട്, ഞാനിന്ന് അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ്, എനിക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് പറയാണ്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, അത് പറ്റില്ല മോളെ, അവിടെ അച്ഛമ്മയും അമൃതാൻ്റെയും ഒക്കെ കാത്തിരിക്കുകയല്ലേ, നമുക്ക് അങ്ങോട്ട് പോകണം, അവിടേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടതെന്ന് പറയണം. അത് പറ്റില്ല, എനിക്ക് അവരെ കാണാൻ കൊതിയൊക്കെ ആവുന്നുണ്ട്, പക്ഷെ അവരെ നാളെ കാണാം, ഇന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് പറയണം. അങ്ങനെ കുട്ടി വാശി പിടിക്കുമ്പോൾ അവസാനം സമ്മതിക്കുകയാണ്. ശ്യാമ പറയുന്നുണ്ട്, എന്തായാലും മോള് പേടിച്ചിരിക്കുകയല്ലേ, അപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ എന്ന് പറയാണ്. പക്ഷേ ശ്രീകുട്ടിക്ക് വേറെയും വാശികളുണ്ട്. ശ്രീകുട്ടി പറയുന്നുണ്ട്, അരുൺ പോവാന്ന് പറയുമ്പോൾ ശ്രീകുട്ടി പറയാണ്, അത് പറ്റില്ല അങ്കിൾ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് പേടിയാണ്, വെള്ളച്ചാമയും മുരുകനും എൻ്റെ അടുത്തോട്ട് വരും അങ്കിൾ ഉണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം, അങ്കിൾ ഇവിടെ നിൽക്കുകയെന്ന് പറയാണ്. അങ്ങനെ അതും ശ്യാമ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. കുറച്ച് നേരം കൂടിയും അരുണേട്ടൻ ഇവിടെ നിൽക്കുക, അപ്പോൾ അവൾ പേടിയൊക്കെ മാറി അത് കഴിഞ്ഞ് പോവാ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളും കൂടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അഖിലും ശ്യാമയും പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ മോളോട് പറയുന്നുണ്ട്, മോളിനി പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട്, എനിക്കിനി പേടിയൊന്നുമില്ല ശ്യാമേച്ചി, എൻ്റെ അരുണങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, എനിക്കൊരു പേടിയില്ല എന്ന് പറയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ സീരിയലിൽ കൂടുതലായിട്ട് നമുക്ക് സ്റ്റോറി പറയാനൊന്നും ഇല്ലാത്ത കാരണം തന്നെ നമ്മൾ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുന്നു അത്രമാത്രം കുറച്ചാണ് സ്റ്റോറി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് കേട്ടോ. കാരണം കൂടുതലായിട്ടൊന്നും ഇതിൽ പറയാനും കണ്ടൻറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ എപ്പിസോഡ് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.